ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് കമ്പ്യൂട്ടർ എന്ന ഉപകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് സിസ്റ്റം കേസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ക്യാബിനറ്റിനെ കുറിച്ചാണ്. നമ്മുടെ വീടുകളിലെ അലമാരകളിൽ ബുക്കുകളും മറ്റും അടുക്കി വയ്ക്കുന്നത് പോലെ കമ്പ്യൂട്ടറിന് വേണ്ട ഘടകങ്ങൾ ഘടിപ്പിച്ചു വെക്കാനാണ് ക്യാബിനറ്റ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് പിറകുവശത്ത് ഏതെല്ലാം രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഇതാണ് SMS സ്വിച്ച് മോഡ് പവർ സപ്ലൈ. കമ്പ്യൂട്ടറിൻ്റെ പവർ ഹൗസാണിത്. അതായത് മദർ ബോർഡ്, ഹാർഡ് ഡിസ്ക് തുടങ്ങിയ ഹാർഡ്വെയറുകൾക്ക് ആവശ്യമായ രീതിയിൽ പവർ എത്തിക്കുകയാണ് SMPSൻ്റെ ജോലി. ഇവിടെ നിന്നുമുള്ള പവർ കേബിളും മോണിറ്ററിൽ നിന്നുള്ള പവർ കേബിളുമാണ് UPSൽ കണക്റ്റ് ചെയ്യേണ്ടത്. ഓർക്കുക, ഇവിടെ UPS ആണ് പ്ലഗിൽ കണക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ കാണുന്നത് മദർ ബോർഡിൻ്റെ ഒരു വശമാണ്. ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് ഉപകരണങ്ങളും ഔട്ട്പുട്ട് ഉപകരണങ്ങളും ഘടിപ്പിക്കുന്നത്. ക്യാബിനറ്റ് ഡിസൈൻ ചെയ്യുന്ന കമ്പനിയാണ് മദർ ബോർഡ് മുകളിലാണോ താഴെയാണോ വെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെയാണ് ഇൻപുട്ട് ഉപകരണങ്ങളായ കീബോർഡ് മൗസും ഘടിപ്പിക്കേണ്ടത്. ഇവിടെ മുകളിൽ കണ്ടാൽ നമുക്കത് ഏത് ഉപകരണമാണെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് മോണിറ്റർ എന്ന ഔട്ട്പുട്ട് ഉപകരണം ഘടിപ്പിക്കേണ്ടത്. ഇവിടെ കാണുന്ന USB പോർട്ടിൽ നമുക്ക് പെൻ ഡ്രൈവ്, മൊബൈൽ എന്നിവ കണക്ട് ചെയ്യാം. തൊട്ടടിയിൽ തന്നെ മൈക്ക്, സ്പീക്കർ എന്നിവയും കണക്ട് ചെയ്യാം. ക്യാബിനറ്റിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. നമുക്ക് ഇപ്പോൾ ക്യാബിനറ്റിൻ്റെ മുൻഭാഗത്തേക്കൊന്ന് പോകാം. നിങ്ങൾക്ക് മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയുടെ സംശയങ്ങൾ ചോദിക്കാം. താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ജോയിൻ എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇത് ഡ്രൈവ് ബേ. ഇവിടെയാണ് DVD ഡ്രൈവ്, CD ഡ്രൈവ് എന്നിവ വയ്ക്കുന്നത്. ഇത് ഫ്രണ്ട് പാനൽ. ഇവിടെയാണ് കമ്പ്യൂട്ടറിൻ്റെ പവർ ബട്ടൺ, റീസ്റ്റാർട്ട് ബട്ടൺ, LED, USB പോർട്ട്, ഓഡിയോ പോർട്ട് എന്നിവ ഉണ്ടാകുന്നത്. ഈ പാനൽ മുകളിലോ താഴെ വരാൻ കാരണം ഈ ക്യാബിനറ്റിൻ്റെ ഡിസൈനിങ് ആണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഉൾക്കാഴ്ചയിൽ നിന്നും ഞാൻ ഷഫീഖ്. നന്ദി, നമസ്കാരം.